ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് 5 വർഷം കൊണ്ട് ലോകാരാധ്യനായി മാറാൻ ഭാരതത്തിലെ ജനങ്ങളുടെ മുഴുവൻ ഈശ്വരതുല്യനായിട്ട് തന്റെ പ്രവർത്തനം കൊണ്ട് മാറാൻ സാധിച്ചുവെങ്കിൽ ഈ കുഞ്ഞു ആലപ്പുഴയെ നോക്കാൻ എനിക്ക് 3 വർഷം നിങ്ങൾ വിജയിപ്പിച്ച സമയം തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ പദ്ധതി എന്ന് ഞാൻ പ്രഖ്യാപിച്ചു. ഞാൻ ദേവേട്ടൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടുത്തെ അമ്മമാരോട് പറഞ്ഞത്. ഈ മയക്കുമരുന്നിന് അടിമകളാക്കിയിട്ട് ഇവിടുത്തെ കുട്ടികളെ ഉൾപ്പെടെ മാറ്റി അവരുടെ വീടിനകത്തുള്ള അന്തരീക്ഷത്തെ തകർത്ത് ഇവിടുത്തെ യുവത്വത്തെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പണിയെടുക്കുന്ന സാധാരണ ഒരു പ്രവർത്തകൻ ഈ മയക്കുമരുന്നിന് അടിമയാണെങ്കിൽ അവന്റെ അമ്മയായിട്ട് കൂടി ഞാൻ ഇവിടെ പ്രവർത്തിക്കുമെന്ന് അവന്റെ വീടിനകത്തിരിക്കുന്ന അമ്മയ്ക്ക് വാക്ക് കൊടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ ആലപ്പുഴയെ നോക്കാൻ തനിക്ക് 3 വർഷങ്ങൾ തരണമെന്ന് അഭ്യർത്ഥിച്ച് ശോഭ സുരേന്ദ്രൻ. മയക്കുമരുന്നിനും അക്രമ രാഷ്ട്രീയത്തിനും അടിമപ്പെട്ട ഓരോ മക്കൾക്കും അമ്മയായിക്കൊണ്ട് അവരെ നേർവഴിക്ക് നയിക്കാൻ തന്നാൽ കഴിയാവുന്നതെന്തും താൻ ചെയ്യുമെന്നും ശോഭ സുരേന്ദ്രൻ ആലപ്പുഴക്കാർക്ക് ഉറപ്പു നൽകി. വീടില്ലാത്തവർക്ക് വീട് ലഭ്യമാക്കുക എന്നതായിരിക്കും തന്റെ ആദ്യത്തെ ദൗത്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതികളുടെ കണക്കുകൾ ഓരോന്നായി താൻ പുറത്തു കൊണ്ടുവരുമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ശോഭ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു. ശോഭ സുരേന്ദ്രന്റെ തീപ്പൊരി പ്രസംഗത്തിലേക്ക്. +2 കഴിഞ്ഞ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 25,000 രൂപയുടെ സ്കോളർഷിപ്പ് കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ എന്നോട് ജനങ്ങൾ ചോദിച്ചു, ഇത്രയധികം വീടുകൾ എങ്ങനെ നിർമ്മിക്കാൻ സാധിക്കും? ഞാൻ മറുപടി പറഞ്ഞു, ഈ രാജ്യത്ത് 57% ഗ്രാമങ്ങളിലേക്ക് അമ്മമാരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി 2 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദിജിക്ക് സ്വച്ഛ് ഭാരത് പദ്ധതി കൊണ്ടുവരാമെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തെ പാവപ്പെട്ട വീടില്ലാത്തവരെ ഹൃദയത്തിൽ ചേർക്കാൻ ആ സമയത്ത് ഞാൻ പറയും, തൃശ്ശൂരിലേക്ക് ഗോപുവേട്ടനെ വിളിച്ചിട്ട് പറയും, ഒരു വീട് ഗോപുവേട്ടനും ഭാര്യ ആശ ചേച്ചി ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ അനുജത്തിയായിട്ടുള്ള ശോഭ സുരേന്ദ്രന് വേണ്ടി ഒരു വീടിന്റെ പൈസ ഗോപുവേട്ടനും ആശ ചേച്ചിയും തരണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഒരു വീട് ഇവിടെ ഉണ്ടാകും. ദേവേട്ടൻ ഒരു വീട് വയ്ക്കും. എനിക്ക് ഉറപ്പുണ്ട്. ഇങ്ങനെ എനിക്ക് കേന്ദ്രമന്ത്രിമാരും 18 യൂണിയൻ ടെറിട്ടറി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കൂട്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വീട് കൊടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്ലസ് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള പദ്ധതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആലപ്പുഴയിൽ നിന്ന് എന്നെ MP ആക്കിയിട്ട് പാർലമെന്റിനകത്തേക്ക് വിടുമ്പോ ഞാൻ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതെന്റെ അമ്മമാരുടെയും സഹോദരന്മാരുടെയും മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ നിതാന്തമായ പോരാട്ടത്തിന് മുന്നിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഉണ്ടാകും.